എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് മൊബിലിറ്റി ഹബ്ബ് മോഡൽ നവീകരണത്തിന് ഒരുങ്ങുകയാണ്. സ്മാർട്ട് സിറ്റി ബോർഡിൻ്റെ 12 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയ അവസ്ഥ കഴിഞ്ഞ ദിവസം ഫോക്കസ് ന്യൂസ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ മന്ത്രി KB ഗണേഷ് കുമാർ ഇവിടെ എത്തണം. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കണമെന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായ മന്ത്രിയായ P രാജീവ് MLA MP അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുകയായിരുന്നു. ചില പ്രായോഗികമായ തടസ്സങ്ങളായിരുന്നു ഈ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തടസ്സമായി നിന്നത്. പക്ഷേ ആ തടസ്സം മാറി ഫെബ്രുവരി ആദ്യ വാരം തന്നെ സ്മാർട്ട് സിറ്റി ബോർഡിൻ്റെ 12 കോടി രൂപയുടെ പദ്ധതി നിലവിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സമീപത്തായി കാരക്കാമുറി എന്ന പ്രദേശം, അത് KSRTCയുടെ സ്ഥലമാണ്. ഇത് മൊബിലിറ്റി അതായത് വൈറ്റില മോഡലിലുള്ള മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിക്ക് നൽകും. അത് ഉടമസ്ഥാവകാശമല്ല, കൈവശാവകാശം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നൽകിയായിരിക്കും നവീകരണ പ്രവർത്തനങ്ങൾ ഈ മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റി നടപ്പിലാക്കുന്നത്. അതിനാൽ KSRTC ബസ്സുകൾ മാത്രമല്ല, സ്വകാര്യ ബസ്സുകൾക്ക് കൂടി ഈ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ വൈറ്റിലയിലെ മൊബിലിറ്റി ഹബ്ബ് മോഡലുള്ള ഒരു KSRTC ബസ് സ്റ്റാൻഡായിരിക്കും ഉണ്ടാകുക. നമുക്കറിയാം, ഈ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡ് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കെട്ടിടം വലിയ ശോചനീയാവസ്ഥയിലാണ്, കാലപ്പഴക്കം ചെയ്യുന്നതാണ്. മാത്രമല്ല, മഴ പെയ്താൽ ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ അതായത് മുട്ടറ്റം പൊക്കമുള്ള വെള്ളമാണ് ഉണ്ടാകുന്നത്. ആ വെള്ളം പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ വെള്ളം മാറുന്നത്. യാത്രക്കാർ ഈ വെള്ളത്തിൽ വന്ന് ബസ് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിൽ നിന്നും കൊതുക് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ ഉള്ളതിനാൽ ജീവനക്കാർക്ക് പോലും ഇവിടെ താമസിക്കാൻ ഭയമാണ്. അത്രയ്ക്കും ബലക്ഷയമുള്ള ഒരു കെട്ടിടമാണ്. അത് നവീകരണം നടത്തണം. KSRTCക്ക് തന്നെ അപമാനമാകുന്ന തരത്തിലാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടമുള്ളതെന്ന് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടൊരു വാർത്ത ഫോക്കസ് TV സംപ്രേഷണം ചെയ്തിരുന്നു. അതിനുശേഷമാണ് വ്യവസായ മന്ത്രി P രാജീവ്, MP ഹൈബി ഈഡൻ, MLA ആയ TJ വിനോദ് അടക്കമുള്ള ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ സന്ദർശിക്കുകയും അവരുടെ പ്രത്യേക യോഗം കൂടുകയും ഫെബ്രുവരി ആദ്യ വാരം തന്നെ ഈ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ്. അതിന് ഒരു യാത്രക്കാർക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത്, തൊട്ടടുത്താണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതായത് മെട്രോ സൗത്ത് സ്റ്റേഷൻ തൊട്ടടുത്താണ്. അങ്ങനെ അവിടെ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് സൗകര്യമുണ്ടാകും. മാത്രമല്ല, വൈറ്റില ഹബ്ബും KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു വൈറ്റില മോഡൽ ഒരു ഹബ്ബ് കൂടി ആകുമ്പോൾ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ 2 ഹബ്ബുകൾ യാത്രക്കാർക്ക് അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ സൗകര്യാർത്ഥം കിട്ടുമെന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഏതായാലും 12 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി ആദ്യ വാരം തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് യാത്രക്കാരുടെയും ജനങ്ങളുടെയും ഒക്കെ പ്രതീക്ഷ.